നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ 10 വർഷമായി നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ വെള്ളിവെളിച്ചത്തിൽ, പ്രഭാപൂരത്തിൽ, പ്രകാശപൂരിതമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പുറത്ത് BJPയും UDFും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട്, നട്ടാൽ കുരുക്കാത്ത നുണങ്ങളുടെ ഇരുട്ട് പരത്തിക്കൊണ്ടാണ്. ഇതാണ് ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഭരണപക്ഷവും അപ്പുറത്തുള്ള പ്രതിപക്ഷ കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, നാം ഒരു കാര്യം മറക്കാൻ പാടില്ല. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതാണ്. 2011 മുതൽ 16 വരെ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തെ, UDF കാലത്തെ കേരളത്തെ നാം മറന്നുകൂടാ. അന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ വിസ്മരിച്ചുകൂടാ. ആ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് ഈ 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്നാണ് നാം ജനങ്ങളോട് പറയുന്നത്. അന്നത്തെ സ്ഥിതി എന്താ? അതിദയനീയമായ കേരളത്തിൻ്റെ സ്ഥിതിയല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ വികസന പദ്ധതികളൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തന്നെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാലഘട്ടം. 486 കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ച പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ, തൊഴിലാളികൾ മാസശമ്പളവും ദിവസവേതനവും കിട്ടാതെ പട്ടിണിക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എന്തായിരുന്നു? അപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ രണ്ടായി തിരിച്ചു. ഇക്കണോമിക് ആൻഡ് അൺഎക്കണോമിക്. ലാഭമുണ്ടാക്കുന്ന വിദ്യാലയങ്ങൾ, നഷ്ടത്തിൽ പോകുന്ന വിദ്യാലയങ്ങൾ എന്ന്. വിദ്യാലയങ്ങൾ എങ്ങനെയാണ് ലാഭവും നഷ്ടവും ഉണ്ടാക്കുക? ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുകയില്ല, നിങ്ങൾ ആലോചിച്ചാൽ അറിയാം. ആ നഷ്ടത്തിലായിട്ടുള്ള വിദ്യാലയങ്ങളെ ഒന്നൊന്നായി അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷം. പാവപ്പെട്ടക്കാരനും സാധാരണക്കാരനും ഇടത്തരക്കാരനും വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനുള്ള അയൽവക്ക വിദ്യാലയങ്ങളെ മുഴുവൻ പൂട്ടിക്കൊണ്ടിരിക്കുന്ന, കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മാറിയില്ലേ? ആതുരാലയങ്ങൾ, ആസ്പത്രികളുടെ സ്ഥിതി എന്തായിരുന്നു? മരിച്ചു കിടക്കുന്ന മൃതദേഹത്തിൻ്റെ മൂക്കിൽ ഇത്തിരി പഞ്ഞി വെക്കാൻ ആ പഞ്ഞി പുറത്തുപോയി വാങ്ങിക്കൊണ്ടുവരൂ എന്ന് കണ്ണീരോടുകൂടി പറയുന്ന നഴ്സുമാരുടെ, ആതുര ശുശ്രൂഷാ രംഗത്തെ പ്രവർത്തകരുടെ ചിത്രങ്ങൾ നിങ്ങൾ അന്നത്തെ കഥയിൽ ഓർമ്മിച്ചിട്ടുണ്ടായിരിക്കും. ആസ്പത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല, മരുന്നില്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. ആകെ അലങ്കോലമായ ആതുരാലയ രംഗം, ആതുര ശുശ്രൂഷാ രംഗം. അതായിരുന്നില്ലേ സ്ഥിതിവിശേഷം? വിദ്യാഭ്യാസ രംഗത്ത് തന്നെ മറ്റൊരു കഥ കൂടി നിങ്ങൾക്കറിയാം. അന്ന് പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് കിട്ടിയിരുന്നോ? പാഠപുസ്തകങ്ങൾ കിട്ടിയിരുന്നില്ല. ഓണപ്പരീക്ഷ കഴിയുന്നിട്ടും ഓണപ്പരീക്ഷ വരെയുള്ള പുസ്തകങ്ങൾ കിട്ടിയില്ല. ചോദിച്ചപ്പോൾ അന്നത്തെ ബഹുമാന്യനായ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്താ? ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകങ്ങൾ വൈകിയത് എന്ന്. ഇതായിരുന്നില്ലേ സ്ഥിതിവിശേഷം? അങ്ങനെ ഏത് രംഗം എടുത്തു നോക്കിയാലും അതായിരുന്നു സ്ഥിതിവിശേഷം. അതിനപ്പുറത്ത് ഇതൊക്കെ സഹിക്കാമെങ്കിൽ അതിനപ്പുറത്ത് എന്തായിരുന്നു കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം? കേരളത്തിൻ്റെ ക്രമസമാധാന അന്തരീക്ഷം എന്തായിരുന്നു? അതിഭീകരമായ രീതിയിൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഉറഞ്ഞു തുള്ളുന്നൊരു കാലഘട്ടം. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മറക്കാൻ പാടുണ്ടോ? ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ ആശ്ലേഷിച്ചുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട് തൻ്റെ ഭരണം നിലനിർത്താൻ പാടുപെടുന്നൊരു മുഖ്യമന്ത്രി. ഓരോ വർഗീയക്കാരനും പറയുന്നതിനനുസരിച്ച് താളം തുള്ളേണ്ടി വരുന്നൊരു ഗതികേട്. ആ ഗതികേടിൽ നിന്ന് എത്ര കലാപങ്ങൾ കേരളത്തിൽ അഴിച്ചുവിട്ടു. നൂറുകണക്കിന് ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ? ആരാണ് ഉത്തരവാദി? ആ കാലഘട്ടം മറക്കാൻ പാടുണ്ടോ? ക്രമസമാധാന അന്തരീക്ഷം താറുമാറായ തകർത്തെറിഞ്ഞ വർഗീയതയെ കൊടികുത്തി വാഴാൻ അനുവദിച്ച ഉമ്മൻചാണ്ടിയുടെ ആ ഭരണകാലം മറക്കാൻ പാടുണ്ടോ? ആ കാലഘട്ടം വീണ്ടും വരാൻ പാഠപുസ്തകങ്ങളില്ലാത്ത, അധ്യാപകരില്ലാത്ത, കെട്ടിടങ്ങളില്ലാത്ത, ആസ്പത്രികളില്ലാത്ത, ഡോക്ടർമാരില്ലാത്ത, മരുന്നുകളില്ലാത്ത ഒരു സംസ്ഥാനമായി ആ യുഗത്തിലേക്ക്, ആ ഇരുണ്ട യുഗത്തിലേക്ക്, അതിൻ്റെ പേരാണ് പുതുയുഗം, ആ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന UDFും അതിനെ ഒത്താശ നൽകുന്ന BJPയുമാണോ ഇവിടെ അധികാരത്തിൽ വരേണ്ടത്? അതോ ഇന്നത്തെ സ്ഥിതിയോ? സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് അടുത്ത വർഷത്തെ പുസ്തകങ്ങൾ ഇതാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു ഇല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്ന് ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ?
നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാലയങ്ങളാണോ ഇന്നത്തെ വിദ്യാലയങ്ങൾ? അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അത്യന്താധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളായി മാറിയില്ലേ? കെട്ടിടങ്ങൾ മാത്രമാണോ മാറിയത്? 1-ാം ക്ലാസ്സിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന കുട്ടിയുടെ കൈവിരലുകൾ പിടിച്ച് അവരുടെ മുന്നിലുള്ള കമ്പ്യൂട്ടറിൻ്റെ മൗസിൽ കൈവിരൽ അമർത്തിക്കൊണ്ട് അനന്തവിഹായസിൻ്റെ വിജ്ഞാനത്തിൻ്റെ അനന്തവിഹാസയിലേക്ക് പറക്കാൻ അവരെ കരുത്തുറ്റരാക്കാൻ ശ്രമിക്കുന്ന അധ്യാപക ലോകം ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയില്ലേ? ലോകത്തിൻ്റെ ഏത് വികസിത രാഷ്ട്രങ്ങളിൽ വെച്ച് നോക്കിയാലും അവിടെയൊക്കെയുള്ള വിദ്യാഭ്യാസ രംഗത്തേക്കാൾ മാറ്റുകൂടത്തക്ക രീതിയിൽ അതിമനോഹരമായ അതിഗഹനമായ ആഴത്തിലും പരപ്പിലും എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ രംഗമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചില്ലേ? ചിലരുടെ കാര്യമാണോ അത്? ഇവിടെ എന്നെ കേൾക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. കേരളത്തിൽ ഇത്രയേറെ സ്ത്രീപക്ഷത്തിൽ നിന്നൊരു ഗവൺമെന്റ് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന മേഖലയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം പ്രവർത്തിക്കുന്ന മേഖലയാണ് ആശാ വർക്കേഴ്സ്. ആ ആശാ വർക്കേഴ്സിൻ്റെ വേതനം ഒരു ചില്ലിക്കാശ് കൂട്ടാൻ കഴിഞ്ഞ 15 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതേസമയത്ത് സംസ്ഥാന ഗവൺമെന്റ് 2000 രൂപ വർദ്ധിപ്പിച്ചില്ലേ? എണ്ണി പറയേണ്ട കാര്യമില്ലല്ലോ. അംഗനവാടി വർക്കേഴ്സിൻ്റെ, അംഗനവാടി ഹെൽപ്പേഴ്സിൻ്റെ അവരുടെ വേതനം വർദ്ധിപ്പിച്ചില്ലേ? നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗം ജയദേവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിൽ ലോകത്തിൽ ആദ്യമായൊരു പുതിയ നവീനമായ പദ്ധതി നമ്മൾ ആരംഭിച്ചില്ലേ? വീട്ടമ്മ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന നമ്മുടെ സഹോദരിമാർ ഇല്ലേ? എന്താ ജോലിയൊന്നുമില്ല. പിന്നെ ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് എന്ന പേരേ ഉള്ളൂ. എവിടെയെങ്കിലും ഹൗസ് ഹസ്ബൻഡുമാരുണ്ടായിട്ടില്ല, വീട്ടച്ഛന്മാരെ കണ്ടിട്ടില്ല. എല്ലാ പണിയും പ്രഭാതം മുതൽ പ്രദോഷം വരെ, എല്ലാ പാതിരാത്രി വരെ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകൾ ഇല്ലേ? PSCയുടെ ലിസ്റ്റ് നോക്കിയാൽ, പാറ്റേൺ നോക്കിയാൽ തൂപ്പുകാരിയുടെ ശമ്പളം അവർക്ക് കിട്ടണം. ആദ്യം നേരം വെളിച്ചു ആവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടുക്കളക്കാരിയുടെ ശമ്പളം കിട്ടണം, പാചകക്കാരൻ്റെ ശമ്പളം കിട്ടണം, വേണ്ടേ? അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ട്യൂട്ടറുടെ ശമ്പളം കിട്ടണ്ടേ? അങ്ങനെ എണ്ണി പറഞ്ഞാൽ എത്രയെത്ര ശുശ്രൂഷ നൽകുന്ന നേഴ്സിൻ്റെ ശമ്പളം കിട്ടണ്ടേ? എത്ര ശമ്പളങ്ങൾ കിട്ടണം? ഒരു നയാ പൈസ കിട്ടാതെ വീട്ടമ്മ എന്ന ഓമന പേരിട്ടുകൊണ്ട് തളപ്പിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ സഹോദരിമാരെ അംഗീകരിക്കാനും അവരുടെ ഹൃദയപക്ഷത്ത് ചേർത്തുകൊണ്ട് അവർക്ക് അംഗീകാരം നൽകാൻ മാസം 1000 രൂപ അത് നൽകുന്ന ഗവൺമെന്റാണിത്. നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഇത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പരിഹസിച്ചവർ ഇപ്പോൾ എവിടെയുണ്ട്? 11 ലക്ഷം പേർക്ക് ഇന്നലെയും മിനിഞ്ഞാന്നുമായ അക്കൗണ്ടുകളിലേക്ക് കാശെത്തിക്കഴിഞ്ഞു. ഇനി അപേക്ഷിക്കാത്തവർക്കും അത് കിട്ടാനുള്ള സ്ഥിതി വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ കക്ഷികളുടെ കൂടെ പിന്തുണയോടുകൂടി കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ആ പദ്ധതി ആരംഭിച്ചത്. ആ പദ്ധതി അന്ന് മുഴുവനായി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായിരുന്നു. മുഴുവൻ പൈസയും കേന്ദ്ര ഗവൺമെന്റാണ് വെച്ചിരുന്നത്. ആ പദ്ധതി ഇന്ന് തകർത്തെറിഞ്ഞില്ലേ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ ഇല്ലേ? നാരി ശക്തി എന്ന് വിളിക്കുമ്പോൾ ആ 56 ഇഞ്ചും വിരിയുകയും ആ 68 ഇഞ്ച് ബാക്ക് പുറത്തേക്ക് വരികയും ചെയ്യുന്ന മഹാനുഭാവൻ ഈ നാട്ടിലെ കോടാനുകോടി വരുന്ന സഹോദരിമാരെയും അതുപോലെയുള്ള ആളുകളെയും പണിയെടുത്തിരുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർത്തെറിഞ്ഞില്ലേ? അതിൻ്റെ 60% മാത്രം അവർക്ക് ഉത്തരവാദിത്വം, 40% പൈസ സംസ്ഥാനങ്ങൾ എടുത്തോളണമെന്ന് പറഞ്ഞു. അതിനർത്ഥം ആ പദ്ധതി ഇനി നടപ്പാകില്ല എന്ന രീതിയിലേക്ക്. അവിടെ നമ്മൾ കേരള സർക്കാർ ചെയ്തതെന്താ? ഈ ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതി മുടങ്ങാതിരിക്കാൻ കേരളത്തിൽ 1000 കോടി രൂപ പിണറായി സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിൻ്റെ ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നു. ആ മുന്നണി വീണ്ടും ഭരണത്തിൽ വരണമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ?